കേരളത്തിൽ ചാനലുകളിലൂടെ ആളുകൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സവർണ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ അജണ്ടകൾ പേറുന്ന ഒരു റൈറ്റ് വിങ് അജണ്ടകൾ പേറുന്ന ഒരാളാണെന്നാണ്. പക്ഷേ ഇദ്ദേഹം ചാനൽ ചർച്ചകൾക്ക് മിക്കവാറും വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ പണമുള്ള സാമ്പത്തികമുള്ള ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികളെ പീഡിപ്പിച്ചാൽ അവർ വിളിച്ചിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ഒരാളായി ചാനൽ ചർച്ചകളിൽ ഇദ്ദേഹം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലായിട്ട്. ദിലീപിൻ്റെ കേസിൽ നമുക്കറിയാം, അതിനുശേഷം വിജയ് ബാബുവിൻ്റെ കേസിലറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പോലും അറിയാം. പ്രത്യേകം ശ്രദ്ധിക്കണോട്ടാ, ഇത് പണമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമേ അദ്ദേഹം ഇതുപോലെ ഇടപെടുന്നുള്ളൂ. സാധാരണക്കാരായ ആളുകൾ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവർക്ക് വേണ്ടി അങ്ങനെ മെനക്കെടാറൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം വളരെ ആശങ്കയോടും ആകാംക്ഷയോടും ഒക്കെ നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത്, വാദമെന്നല്ല യഥാർത്ഥത്തിൽ വിദണ്ഡവാദം എന്ന് പറയാവുന്ന ഒരു കാര്യം, ഈ പീഡിപ്പിക്കുന്ന ആണുങ്ങളെല്ലാവരും തന്നെ നിരപരാധികളായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ പീഡിപ്പിക്കപ്പെടുന്ന ഇരകളായിട്ടുള്ള പെൺകുട്ടികളെല്ലാവരും തന്നെ മോശക്കാരായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ കാഴ്ചപ്പാട്. അപ്പോൾ അതിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തുന്നു? അദ്ദേഹത്തിന് വല്ല അന്വേഷണ ഏജൻസി ഉണ്ടോ, അതോ കോടതി ഉണ്ടോ, തെളിവുകളുണ്ടോ എന്നൊന്നും നമ്മൾ ചോദിക്കണ്ട. ഇന്ന് രാത്രി അറിയുമ്പോൾ 2 മിനിറ്റിനകം തന്നെ അദ്ദേഹം ചാനൽ ചർച്ചകൾക്ക് റെഡിയാണ്. പിന്നെ ഇരകളെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി കേസുകളൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ആദ്യമായി ഒരു സൂചനകൾ നൽകിയിട്ടുള്ള റിനിക്കെതിരെയൊക്കെ തന്നെ അദ്ദേഹം നിരന്തരം ഇത്തരത്തിലുള്ള ഒരു വേട്ടമൃഗത്തിൻ്റെ ശൗര്യത്തോടു കൂടി ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത പോലും എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചാനലുകളൊക്കെ അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഈ പെൺകുട്ടി, അതായത് ഇപ്പോൾ ഇരയായപ്പെട്ട അതിജീവിത എന്ന് നമ്മൾ വിളിക്കാവുന്ന ഈ പെൺകുട്ടി, ആ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞു. കൃത്യമായി ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ഇയാളെന്ത് കോമാളിയാണ് എന്നാണ് പലപ്പോഴും വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്നർവെയറിൻ്റെയൊക്കെ എലാസ്റ്റിക് പോലെയുള്ളൊരു സാധനമൊക്കെ നെറ്റിയിൽ കിട്ടിയിട്ടാണ് അദ്ദേഹം കുറേ നാൾ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ കടന്ന് കുറേ കൂതറ പരിപാടികൾ കാണിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹം മറ്റേ തോളത്ത് ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ പതാകയുള്ള ഇതൊക്കെ പതിപ്പിച്ചുകൊണ്ടാണ് ഒരു ഷോമാൻ, ഒരു കോമാളിയായിട്ടാണ് അദ്ദേഹം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഇപ്പം നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത് അതിക്രൂരനായിട്ടുള്ള ഒരു സൈന്യാധിപനായിട്ടാണ്. ആ സൈന്യാധിപൻ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇരപിടിയന്മാരായിട്ടുള്ള ആളുകളെ, പ്രഡേറ്റേഴ്സിൻ്റെ ആളുകളുടെ, അവരുടെ എല്ലാം തന്നെ വ്യക്തമായി അദ്ദേഹം നിരന്തരം രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു സാധാരണ സംഭവമോ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമോ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇരകളുടെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ പരാതി കൊടുക്കാൻ പോലും ഭയക്കുന്നതിന് കേരള സമൂഹത്തിൽ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ വൃത്തികെട്ട ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ ഈ സമൂഹത്തിൽ നിറഞ്ഞാടുന്നു. അയാൾക്ക് നിരവധി സ്പേസുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് ആദ്യമൊക്കെ അദ്ദേഹം കുറച്ച് പതുക്കെയാണ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് നമുക്കറിയാം മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന പുരുഷന്മാർക്കെല്ലാം തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ആഭാസകരമായിട്ടുള്ള ഒരു അശ്ലീകരമായിട്ടുള്ള ഒരു സംഘടന ഉണ്ടാകുന്നു. ആ സംഘടനയുടെ രക്ഷാകർതൃത്വമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത് ഏതാണ്ട് എല്ലാ സീമകളും ലംഘിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിജീവിതയായ ഒരു പെൺകുട്ടി, പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ആദ്യത്തെ ഘട്ടത്തിൽ രാഹുൽ ഈശ്വറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നു. പറയാവുന്ന വഷളത്തലങ്ങളൊക്കെ പറയുന്നു. ആ പറഞ്ഞതിന് ശേഷം ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഇവരുടെ തന്നെ സൈബർ ക്രിമിനലുകൾ ഈ പെൺകുട്ടി ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അതിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ്സിലെ അറിയപ്പെടുന്ന മറ്റു ചില ആളുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായി ഈ പറയുന്ന നായ്ക്കൾക്ക് വേണ്ടി, ഇരപിടിയന്മാർക്ക് വേണ്ടി, പ്രഡേറ്റേഴ്സിന് വേണ്ടി കൃത്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് കേരളത്തിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ വാദങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇയാൾ എങ്ങനെ ഇവിടെ വരെ എത്തി, എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വെറും ഈ പറയുന്ന പോലെ വളരെ മോശപ്പെട്ട ഒരു അലവലാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് ഇദ്ദേഹം ചില സത്യങ്ങളൊക്കെ പറയുകയും BJPക്കെതിരെ ചില നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെയും ഞാൻ അനുമോദിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഈ കേരളത്തിൽ ഏത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാലും ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം മോശമായിരിക്കുമെന്നും പകരം ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ട എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെല്ലാം തന്നെ അവരെല്ലാം വളരെ മര്യാദക്കാരായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ ഷോ ഇപ്പോഴെങ്ങും അവസാനിക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇദ്ദേഹം വളരെ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നേക്കണെന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ലാപ്ടോപ്പ് ഒളിപ്പിച്ച് വെക്കുന്നു. അതിന് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് നമ്മൾ എന്ത് സംഭവിച്ചാലും സത്യം പറയണം, നമ്മൾ ഗാന്ധിജിയുടെ മാതൃക പിന്തുടരണമെന്നാണ്. രാഹുലിന് മാങ്കൂട്ടത്തിൽ പോലും ഉപദേശിച്ചിട്ടുള്ളത് ആ ഗർഭം ഭർത്താവിൻ്റെ ആണെന്നൊന്നും പറയരുത്, പകരം അത് ഏറ്റെടുക്കണം, അങ്ങനെ സത്യം പറയണം, സത്യം മാത്രമേ നിലനിൽക്കുള്ളൂ. പക്ഷേ അദ്ദേഹം പോലീസ് വന്നപ്പോഴത്തേക്കും അത് മറന്നുപോയി. പകരം അദ്ദേഹം ലാപ്ടോപ്പ് കൊണ്ട് ഒളിപ്പിച്ച് വെക്കുകയും ലാപ്ടോപ്പ് ഓഫീസിലാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ പോലീസുമായിട്ട് വന്ന് അത് വീണ്ടെടുത്തു. അവിടെ നിന്ന് നമുക്കറിയാം. ഇതിന് ശേഷം അദ്ദേഹം മറ്റേ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അകത്ത് ഒരു ടീഷർട്ട് ഇട്ടിരുന്നു. ആ ടീഷർട്ടിൽ മെൻസ് കമ്മീഷൻ എന്ന് എഴുതി വെച്ചിരുന്നു. എന്നിട്ട് സിബ് ഊരിയിട്ട് നേരെ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് നെഞ്ചക്ക ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ട് ഞാൻ ചിരിക്കണോ കരയണോ എന്നായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ പോരാട്ടം ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗാന്ധിജിയുടെ പാത പിന്തുടരുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പം അദ്ദേഹം ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം ചർക്കയിൽ നൂൽക്കാൻ പഠിക്കുമായിരിക്കും. ചിലപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം ഷൂ ധരിക്കുന്നതിന് പകരം മെതിയടികൾ ധരിക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും ഈ രാഷ്ട്രീയ മാലിന്യത്തെ, ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ മലയാളികളുടെ അശ്ലീലമായിട്ട് മാറിയിട്ടുള്ള രാഹുൽ ഈശ്വർ കുറച്ച് നാളെങ്കിലും വായടച്ചതിനകത്തിരിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കാകെ സങ്കടം തോന്നിയൊരു രംഗമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കൂടി വന്നപ്പോൾ മകൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇനി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. അത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ എന്ന് പറയുന്നത് MLA-മാരുടെ ഒരു കൊല്ലത്തെ ശമ്പളം എനിക്ക് ഒരു മാസത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ വരുമാനം എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. കാരണം അത്തരത്തിലുള്ള ഏതെങ്കിലും നേട്ടങ്ങളില്ലാതെ യഥാർത്ഥത്തിൽ ഒരാൾ ഇത്തരത്തിലുള്ള വിടുവായുത്വവും ഈ പറയുന്ന പോലെ എരപിടിയന്മാർക്ക് വേണ്ടി ഇത്തരത്തിൽ ഇറങ്ങുകയും ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. അത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. രാഹുലിനെ പോലെയുള്ള രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള മാലിന്യങ്ങളെ സാമൂഹിക നിരീക്ഷകർ എന്ന പേര് കൊണ്ടെഴുത്തിയിട്ട് ചർച്ച ചെയ്യുന്ന ചാനലുകളും ഒരേ സമയം കുറ്റക്കാരാണ് ഇത് കേരളത്തിൽ പടർന്നു പിടിക്കുന്നതിന്. അതുകൊണ്ട് ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള കാര്യം കേരളത്തിൽ പ്രവണതകൾ കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. കാരണം ഇദ്ദേഹം മാത്രമല്ല, മറ്റു ചില ആളുകളൊക്കെ VD സതീശനോട് നിലപാടെടുത്തതിൻ്റെ പേരിൽ VD സതീശനെ കടന്നാക്രമിക്കുന്നതും അദ്ദേഹത്തെ കുടുംബത്തെ പോലും കടന്നാക്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവരെല്ലാം ഒന്ന് പരിങ്ങിപ്പോയത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുഖത്താണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് എന്നെക്കൊണ്ട് കൂടുതൽ പ്രകോപിപ്പിക്കരുത്, ഞാൻ എന്ത് ചെയ്യും, പലതും തുറന്നു പറയുമെന്നാണ്. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അടുത്ത് പിന്നെ വലിയ മെക്കിട്ട് കയറ്റത്തിനൊന്നും പോയില്ല. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ സാംസ്കാരിക ഗുണ്ടകളായ ക്രിമിനലുകളായ സോഷ്യൽ മീഡിയ രംഗത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ജയിലിൽ പോവുക തന്നെ വേണം. അത്തരത്തിൽ വലിയ സന്തോഷവും നൽകുന്ന ഒരു സുദിനമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്.